നിയോഗത്താലി ഭാഗം 9. ഫ്രഷായി കിച്ചണിൽ കയറിയപ്പോഴറിയുന്നേ കോഫി പൗഡർ അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെയെന്ന്. രാത്രിയിലേക്ക് എന്തേലും ഉണ്ടാക്കണമെങ്കിൽ സാധനമെല്ലാം വാങ്ങിക്കണം. മനുവിനോട് വാങ്ങാൻ പറയാം. വേഗം കോഫി ഉണ്ടാക്കി 2 മഗ്ഗിലേക്ക് പകർന്ന് ഹാളിലേക്ക് നടന്നു അവൾ. അവിടെ ഒരാൾ ടി വിയിൽ പെറ്റ് കിടക്കുന്നുണ്ട്. കോളേജിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. വൃത്തികെട്ടവൻ. സച്ചു ചുണ്ടൊന്നു ചുളുക്കി. മനുവിൻ്റെ കോഫി അവൻ്റെ കയ്യിൽ കൊടുത്ത് സച്ചു സോഫയിൽ അവൻ്റെ അടുത്തിരുന്നു. ആൾ ടി വിയിൽ തന്നെ മുഴുകിയിരിക്കുക. ഇതിനു മാത്രം എന്ത് കുന്തമാണാവോ ഇതിൽ? അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ടി വിയിലേക്ക് നോക്കി. ഓ ഗോഡ്! ലിപ് ലോക്ക്. ഏതോ സായിപ്പും മദാമയും ഇത്തിരി പോന്ന ഡ്രസ്സും. കണ്ണുമിറുക്കി അടച്ച സച്ചു കിച്ചണിലേക്ക് അതേ സ്പീഡിൽ ഒരു ഓട്ടം വെച്ചു കൊടുത്തു. അതുവരെ അതിൽ മുഴുകിയിരുന്ന മനു അവളുടെ ഓട്ടം കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി. ദൈവമേ, ഇതിനെ ഇനി ഒന്ന് തൊട്ടേ എല്ലാം പഠിപ്പിക്കേണ്ടി വരുമോ ഞാൻ? കിച്ചണിൽ എത്തിയിട്ടും കണ്ട കാഴ്ചയുടെ ചളിപ്പ് മാറിയില്ല സച്ചുവിനെ. മൂവീസിലും സീരീസിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ മനു കൂടെയുള്ളപ്പോൾ അത്തരം കാഴ്ചകൾ ഉള്ളിൽ വിറയൽ പടർത്തുന്നുണ്ട്. ഷേ, എന്നാലും ഞാനുള്ളപ്പോൾ ഇതൊക്കെ കാണാമോ? വൃത്തികെട്ടവൻ. ഒന്നുമില്ലെങ്കിലും ഞാൻ അവൻ്റെ ടീച്ചറല്ലേ? സച്ചു കണ്ണുകൾ അടച്ച് തല കുടഞ്ഞു. അല്പസമയം കൂടി അവിടെ നിന്ന ശേഷം അവൾ ഹാളിലേക്ക് പോയി. സാധനം വാങ്ങാൻ പറയാനുണ്ടേ അവനോട്. ഹാളിലൊന്നും മനുവിനെ കാണാതായപ്പോൾ അവൾ റൂമിലേക്ക് പോയി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ഒരു ചെയർ വലിച്ചിട്ട് ടേബിളിനടുത്തിരുന്നു. നാളത്തേക്കുള്ള ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പുതിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയുണ്ട് അവളുടെ ഉള്ളിൽ. മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും. ബാത്റൂം ഡോർ തുറന്ന് റൂമിലേക്ക് കടക്കുമ്പോഴാണ് അവിടെയുള്ള ചെയറിലിരുന്ന് എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്ന സച്ചുവിനെ അവൻ കാണുന്നത്. ഒരു ടവൽ മാത്രമായിരുന്നു വേഷം. ഒരു മൂളിപ്പാട്ടോടെ അവളെ കടന്നുപോയി വാർഡ്രോബ് തുറന്ന് ഒരു ബോക്സറും വീനെക്ക് ബനിയനും എടുത്തിട്ടവൻ. അതേ, കിച്ചണിൽ ഒന്നുമില്ല ഫുഡ് ഉണ്ടാക്കാൻ. അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തരാം ഞാൻ. അതൊന്ന് വാങ്ങി വാ. എഴുതുമ്പോഴും ഇടം കണ്ണാൽ അവനെ നോക്കുന്ന സച്ചുവിനെ മനു കാണുന്നുണ്ടായിരുന്നു. അത് കാണെ അവനിലും കുറുമ്പ് നിറഞ്ഞു. സച്ചുവിൻ്റെ അരികിൽ പോയി തലമുടി ഒന്നാകെ കുടഞ്ഞവൻ. അവൻ്റെ മുടിയിലെ വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിനെയും മുഖത്തെയും ഒന്നാകെ കുളിരണിയിച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടിയ സച്ചു കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ബാലൻസ് കിട്ടാതെ അടുത്തു നിന്ന മനുവിലേക്ക് ചെരിഞ്ഞു പോയവൾ. വീഴാതെ അവളെ ചേർത്തു നിർത്തിയവൻ. തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കാണി അവൻ്റെ നെഞ്ചിടിപ്പും കൂടി വന്നു. ആഗ്രഹിക്കാതെ ജീവിതത്തിലേക്ക് കയറി വന്നവൾ, ഒഴിവാക്കാനായി താൻ ശ്രമിച്ചവൾ, ഇന്ന് തൻ്റെ ഹൃദയമിടിപ്പ് പോലും അവൾക്ക് വേണ്ടി മാത്രമായിരിക്കുന്നു. വല്ലാത്തൊരടുപ്പം തോന്നുന്നു അവളോട്. കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. കൈകൾ ഒന്നോടെ അവളെ വരിഞ്ഞു മുറുക്കി. കണ്ണുകൾ ആ കുഞ്ഞു മുഖമാകെ സഞ്ചരിച്ചു. കഴുത്തിലും മുഖത്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ അവനെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ആ കണ്ണുകളിലെ പിടപ്പും താളം തെറ്റിയ നെഞ്ചിടിപ്പും തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് അവന് തോന്നി. അവളുടെ വിറയാർന്ന പവിഴച്ചുണ്ടുകളിൽ തൻ്റെ അതരം ചേർത്ത് വയ്ക്കാൻ അവനേറെ കൊതി തോന്നി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. മനുവിൻ്റെ മുഖം പതിയെ താഴേക്ക് താഴ്ന്നു വന്നു. അത് കണ്ട സച്ചുവിൻ്റെ കണ്ണുകളും കൂമ്പിയടഞ്ഞു തുടങ്ങി. പക്ഷേ അവൻ്റെ അതരം അവളുടെ കീഴ്ചുണ്ടിനെ പൊതിഞ്ഞ നിമിഷം സച്ചു ഊക്കോടെ അവനെ തള്ളി മാറ്റി. ഒരു പൊട്ടിക്കരച്ചിലോടെ 2 കൈകളും കൊണ്ടും മുഖം പൊത്തി നിലത്തേക്കിരുന്നു അവൾ. പെട്ടെന്നുള്ള സച്ചുവിൻ്റെ പ്രതികരണത്തിൽ മനുവും പകച്ചുപോയി. തൻ്റെ സാമീപ്യത്തിൽ കൂമ്പിയ മിഴികളിൽ നിന്ന് ഞൊടിയിടയിൽ മാറി വന്ന ഭാവം അവനിലും വേദന നിറച്ചു. അവളുടെ ഓരോ തേങ്ങലും അവനെ പൊള്ളിച്ചു കൊണ്ടിരുന്നു. അവൻ ഓടിച്ചെന്ന് സച്ചുവിനെ തൻ്റെ നെഞ്ചോടടക്കി പിടിച്ചു. അവളുടെ തേങ്ങൽ അവസാനിക്കും വരെ പുറത്തേക്ക് തട്ടി ആശ്വസിപ്പിച്ചു അവൻ.
ഒരു വിധം ഓക്കെ ആയതും സച്ചു അവനിൽ നിന്ന് പിടഞ്ഞു മാറി. എന്താടാ, എന്താ പറ്റിയ നിനക്ക്? ഞാൻ കിസ് ചെയ്തതാണോ പ്രശ്നം? അവനിൽ നിന്ന് അകന്നു മാറിയ സച്ചുവിനെ നോക്കി ചോദിച്ചു. സച്ചു മനുവിൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് വേദനയോടെ അതിലേക്ക് അവളുടെ നെറ്റി മുട്ടിച്ചു. അവളുടെ കണ്ണീരിനാൽ അവൻ്റെ കൈകൾ നനയുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല മനു, ഒന്നിനും സാധിക്കുന്നില്ല. നിന്നെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നട എൻ്റെ ശരീരം. നീ എന്നിലേക്ക് വരുമ്പോൾ എനിക്ക് അതേപോലെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ സ്പർശനങ്ങളോ സ്നേഹലാളനങ്ങളോ ആസ്വദിക്കാനും അംഗീകരിക്കാനും പറ്റുന്നില്ല. എന്നേക്കാൾ ഇളയവനല്ലേ എന്നൊരു തോന്നൽ എല്ലാത്തിൽ നിന്നും എന്നെ പിന്നോട്ട് വലിക്കുന്നു. അവളുടെ തുറന്നു പറച്ചിൽ കേട്ട് മനു ദേഷ്യത്തോടെ, അതിലുപരി സങ്കടത്തോടെ തൻ്റെ കൈകൾ സച്ചുവിൽ നിന്നും പിൻവലിച്ചു. സച്ചു ഞെട്ടലോടെ അവൻ്റെ ഭാവങ്ങളെ നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവളുടെ. ഞാൻ പറഞ്ഞതല്ലേ സൗവർണിക, പ്രണയത്തിന് മാനദണ്ഡങ്ങളില്ലെന്ന്. സൗന്ദര്യം, പ്രായം, പണം ഒന്നും ഇതിന് അടിസ്ഥാനമല്ല മോളെ. പരസ്പരം ഇഷ്ടപ്പെടുന്ന ഹൃദയം മാത്രമാണ് അതിനാവശ്യം. മനുവിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു സച്ചുവിന് അവനെ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ വേദന. അറിയാം എനിക്ക്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അടുത്ത് വരുമ്പോൾ, എന്നെ തൊടുമ്പോൾ ഒക്കെ എനിക്കറിയില്ല. അതെങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. സച്ചുവിൻ്റെ വാക്കുകൾ മനുവിൻ്റെ ഉള്ളിൽ വേദനയുളവാക്കി. തൻ്റെ ഇഷ്ടത്തെ, പ്രണയത്തെ അംഗീകരിക്കാനാവാത്ത അവളോട് വല്ലാത്തൊരു അമർഷം തോന്നിപ്പോയി അവൻ ആ നിമിഷം. അതവൻ്റെ വാക്കുകളിലും ശബ്ദത്തിലും മുഴച്ചു നിന്നു. നീ മുഴുവൻ പറഞ്ഞതാ. ഞാൻ തൊടുമ്പോൾ എന്താ നിനക്കുണ്ടാകുന്നത്? പറ. എന്താ നിനക്കുണ്ടാകുന്നതെന്ന് പറ. അറപ്പോ അതോ വെറുപ്പോ? നീ പറ. മനുവിൻ്റെ ശബ്ദമുയർന്നു. അവൻ്റെ ഓരോ വാക്കുകളും ഓരോ മുഴക്കം പോലെ തോന്നി സച്ചുവിന്. അല്ല, അങ്ങനെയല്ല. എനിക്കിഷ്ടമാണ്. പക്ഷെ അറിയില്ല. അടുത്ത് വരുമ്പോൾ ആ പണ്ടത്തെ പോലൊരു ഇഷ്ടം വരുന്നില്ല എനിക്ക്. പകരം ഒരു തെറ്റ് ചെയ്യും പോലെ അങ്ങനെ ഒരു ഫീൽ. പാപമല്ലേ എന്നൊരു തോന്നൽ. അല്ലാതെ എനിക്ക്. വാക്കുകൾ മുറിഞ്ഞുപോയി അവൾക്ക്. തൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പോലും അറിയുന്നില്ല. വാക്കുകൾ കിട്ടാതെ വല്ലാതെ പതറിപ്പോകുന്നു. വാട്ട് ദ ഹെൽ സൗവർണിക? പാപമോ? എന്ത് പാപം? ഈ ബന്ധം പാപമാണെന്നോ? ഞാനെന്താ നിന്റെ ബ്ലഡ് റിലേഷനാണോ? അവളുടെ ഒരു പാപവും തെറ്റും. എന്താണ് തെറ്റ്? ഞാൻ തൊടുന്നത് തെറ്റാണോ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഞാൻ കെട്ടി താലിയല്ലേ ആ കഴുത്തിൽ? എന്നിട്ടും തെറ്റാണെന്ന് പറയുമ്പോൾ ഈ ബന്ധമേ തെറ്റാണെന്നല്ലേ അതിനർത്ഥം? ഞാനപ്പോൾ ആരായി? വെറും പെണ്ണുപിടിയൻ അല്ലേ? അങ്ങനെയല്ലേ? നിനക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ അത് പാപവും തെറ്റുമൊക്കെ ആയാണ് തോന്നുന്നതെങ്കിൽ പിന്നെ എന്ത് പവിത്രതയാണ് ഈ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന ലോഹത്തിനുള്ളത്? നീ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ഈ ബന്ധം ഒഴിയണോ നിനക്ക്? പറ, അതാണോ നിനക്ക് വേണ്ടത്? ശരി, അതാണെങ്കിൽ അത് നടത്തിത്തരാം ഞാൻ. മനു അവളുടെ ഇരു ഷോൾഡറും പിടിച്ചുലച്ചുകൊണ്ടലറി. വാക്കുകളുടെ അർത്ഥങ്ങൾ മാറുകയും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയുമാണെന്ന് ഒരു ഞെട്ടലോടെ സച്ചു തിരിച്ചറിഞ്ഞു. അങ്ങനെയല്ല മനു, ഞാൻ അതല്ല പറഞ്ഞേ. മനു, എനിക്ക് എല്ലാത്തിനും കുറച്ച് സമയം വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നിലും ചെറിയവനെ ആക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിനൊരല്പസമയം വേണം. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്കിഷ്ടമാണ് നിന്നെ. നീ ഇല്ലാതെ, ഈ താലി ഇല്ലാതെ പറ്റില്ല എനിക്ക് വേണം രണ്ടും. പക്ഷേ എനിക്കൊരു സമയം ആവശ്യമാണ് മനു.
മനു ഇല്ലാത്തൊരു ജീവിതം തനിക്ക് സാധ്യമല്ല. തൻ്റെ പൊട്ട ചിന്തകൾ ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ ബന്ധത്തിൽ ഉലച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കൈകളിൽ പിടിച്ചു കരയുന്ന സച്ചുവിനോട് ആ നിമിഷം മനുവിന് തോന്നിയ വികാരം ദേഷ്യം മാത്രമാണ്. താൻ എങ്ങനെയുള്ളവനായാലും അവനെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്ത് സ്നേഹിക്കുന്ന സച്ചുവിനെയായിരുന്നു അവൻ ആഗ്രഹിച്ചത്. പക്ഷേ പ്രണയത്തിനും അവൾ കുറേ മാനദണ്ഡങ്ങൾ നെയ്തപ്പോൾ തകർന്നത് അവൻ്റെ പ്രണയമാണ്. അവൾ തൻ്റെ ടീച്ചറാണെന്നറിഞ്ഞപ്പോഴും വയസ്സിൽ കൺഫ്യൂഷൻസ് വന്നപ്പോഴൊന്നും അവനതൊരു വിഷയമേ ആയിരുന്നില്ല. അവൾ എൻ്റെയാണ്, എങ്ങനെയായാലും ആരായാലും അതായിരുന്നു ഉള്ളം മന്ത്രിച്ചത്. പക്ഷേ അവൾക്കങ്ങനെയല്ലായിരുന്നു. മനുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു താഴേക്ക് പതിച്ചു. അവിടെ നിന്നാൽ വേദന കൂടുകയുള്ളൂ എന്ന് തോന്നിയ മനു അവളുടെ കൈകൾ അടർത്തി മാറ്റി. പിന്നെ അവനെ ചുറ്റിപ്പിടിച്ച സച്ചുവിനെ ഊക്കോടെ ബെഡിലേക്ക് തള്ളി മാറ്റി ഡോർ വലിച്ചടച്ചു പുറത്തേക്ക് പോയി. അവൻ്റെ ആ പോക്കിൽ പകച്ചുകൊണ്ട് അടഞ്ഞ ഡോറിലേക്ക് തന്നെ മിഴി നട്ടു സൗപർണിക. ഒരു നിമിഷത്തിന് ശേഷം വലിയൊരു ശബ്ദത്തോടുകൂടി ആ ഡോർ അവളുടെ മുൻപിൽ തുറന്നു വന്നു. മുൻപിൽ കണ്ണീരിൽ കുതിർന്ന മുഖത്തോടുകൂടി നിൽക്കുന്ന മനുവും. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്, എങ്കിലും അതിൽ തീക്ഷ്ണതയാണ്. കവിളുകൾ വിറക്കുന്നുണ്ടെങ്കിലും മുഖം ശാന്തമാണ്, കനത്ത ശാന്തത. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ അപ്പോഴുള്ള ആ നോട്ടത്തിനും ഭാവത്തിനും. സൗപർണിക! ഒരു മുഴക്കത്തിൽ സച്ചു ഒന്ന് ഞെട്ടി ബെഡിൽ നിന്ന് ചാടി പിടഞ്ഞെഴുന്നേറ്റു. മനു തന്നിൽ നിന്ന് അകലുമോ എന്ന് അവൾ ആ നിമിഷം ഭയന്നു. എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാമോ നിനക്ക്? ഇല്ലെന്നവൾ തലയാട്ടി. 26 years എന്ന് വെച്ചാൽ നിന്നേക്കാളും 2 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. എന്തിന് ഞാനിപ്പോൾ ഇത് വെളിപ്പെടുത്തിയെന്ന് നിനക്കറിയാമോ? ആ ഉറപ്പുള്ള ശബ്ദത്തിൽ സച്ചു വീണ്ടും ഞെട്ടി. അവൻ്റെ ഓരോ ചോദ്യങ്ങളും അവളിൽ ഭയം നിറച്ചു. അറിയില്ലെന്നവൾ തലയാട്ടി. എനിക്ക് നിന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് തുറന്നു പറയുന്നത്. നിന്നോട് വൈകുന്നേരം നിന്റെ പ്രായം ചോദിക്കും വരെ എനിക്കും അറിയില്ലായിരുന്നു നിന്റെ വയസ്സ്. പക്ഷേ എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. നീ എൻ്റെ ടീച്ചറാണെന്നുള്ളതും എന്നേക്കാൾ മുതിർന്നതാണോ ഇളയതാണോ എന്നൊക്കെയുള്ള തോന്നലുകളൊന്നും എന്നിലെ പ്രണയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ നീ അങ്ങനെ അല്ലായിരുന്നു. രാവിലെ എന്നെ പ്രണയത്തോടെ നോക്കിയവൾ, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവൾ, വൈകുന്നേരമായപ്പോഴേക്കും എന്നെ അകറ്റി നിർത്തുന്നു. എൻ്റെ സാമീപ്യം, എൻ്റെ പ്രണയം, എല്ലാം എപ്പോൾ നിനക്ക് അരോചകമായി തോന്നിയോ അപ്പോൾ നീ എന്നിൽ നിന്നും അകന്നു. എപ്പോൾ നീ പ്രണയത്തിന് മാനദണ്ഡം നൽകി എന്നെ അകറ്റിയോ ആ നിമിഷം എൻ്റെ പ്രണയവും മരിച്ചു വീണു. ഞാൻ എന്നിലെ കുറവുകളെ പോലും സ്നേഹിക്കുന്ന ഒരുവളെയാണ് ആഗ്രഹിച്ചത്. നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചതും അതായിരുന്നു. പക്ഷെ നീ അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. എന്നെ വേണ്ടാത്തവളെ ഇനി എനിക്കും വേണ്ട. കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചടച്ച് മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കേട്ട വാക്കുകളുടെ അഗാധത്തിൽ ചലിക്കാനാവാതെ സച്ചുവും നിന്നു. കണ്ണുകൾ ഇടതടവില്ലാതെ പെയ്യുന്നുണ്ട്. എത്ര നേരമായി കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പതിച്ചു തുടങ്ങിയിട്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല. നെഞ്ചൊക്കെ വല്ലാതെ വിങ്ങുന്നുണ്ട്. മനുവിൻ്റെ അവഗണന താങ്ങാനാവുന്നില്ല അവൾക്ക്. അത്രമേൽ ഇഷ്ടപ്പെട്ടുവോ ഹൃദയമേ? അവനായി മാത്രം മിടിക്കാൻ തുടങ്ങിയോ നീ? പക്ഷേ അവന് നിന്നെ വേണ്ടെന്നാണെങ്കിലോ? അപ്പോൾ ഈ മിടിപ്പ് പോലും മറന്നു പോകുമോ നീ? വേണ്ടാന്ന് വയ്ക്കാൻ മാത്രം അത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? അല്പസമയം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യവും അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും മുന്നിൽ എന്തേലും പുതിയ പ്രതിസന്ധി വരും. ബിസിനസ്സുകാരനായ ഭർത്താവിനെ സ്വന്തം സ്റ്റുഡൻ്റായി കാണുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും ഞെട്ടലുണ്ടാവില്ലേ? പറ്റിക്കപ്പെട്ടു എന്നൊരു തോന്നലുളവാകില്ലേ? തന്നെക്കാൾ ഇളയവനും കൂടിയാണെന്ന് തോന്നിയാലോ? എല്ലാം തകരില്ലേ? എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നില്ലേ? എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ സമയം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരാമെന്ന് പറഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വാക്ക് മാറിയവൻ ഞാനല്ലല്ലോ.
മനുവല്ലേ? ദാമ്പത്യം എന്നത് ശരീരം കൊണ്ട് മാത്രമുള്ള ബന്ധമാണോ? മനസ്സിനവിടെ സ്ഥാനമില്ലേ? ശരീരം ആഗ്രഹിക്കാതെ എങ്ങനെ വഴങ്ങിക്കൊടുക്കും? മനുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. മനസ്സും ശരീരവും പക്ഷേ അല്പം കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു. അഭിനയിക്കാതെ തുറന്ന് സ്നേഹിക്കാനുള്ളൊരു സമയം മാത്രം മതി എനിക്ക്. പക്ഷേ അതുപോലും മനസ്സിലാവുന്നില്ലല്ലോ. അവന് വേണ്ടി മാത്രം ആർത്തലയ്ക്കുന്ന ഹൃദയത്തോട് അവൾ വെറുതെ കലഹിച്ചു കൊണ്ടിരുന്നു. മനു പോയ ശേഷം അവൻ നൽകിയ വേദനയാൽ നീറി തളർച്ചയോടെ ആ ബെഡിൽ തന്നെ കിടന്നു അവൾ. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നുറങ്ങിയ സച്ചു എഴുന്നേൽക്കുമ്പോൾ തീരെ അവശയായിരുന്നു. രാവിലെ കഴിച്ച ഭക്ഷണം മാത്രമായിരുന്നു ആകെയുള്ള ആഹാരം. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോയെങ്കിലും ഒരു വറ്റ് ഉള്ളിലേക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല അവൾക്ക്. ആകെ മനസ്സുലഞ്ഞു കിടക്കുമായിരുന്നു. വൈകുന്നേരം ഉള്ളിൽ ചെന്ന കോഫിയുടെ ബലത്തിലാണ് ഇത്ര സമയം ശരീരം പിടിച്ചു നിന്നത്. ഇപ്പോൾ വിരൽത്തുമ്പ് പോലും തളർന്നു തുടങ്ങിയിരിക്കുന്നു. തൊണ്ട വരണ്ടു തുടങ്ങിയപ്പോൾ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ശരീരമാകെ വിറയ്ക്കുന്നുണ്ട്. വിശപ്പും ദാഹവും മാനസിക സംഘർഷങ്ങളും കാരണം വാടിക്കുഴഞ്ഞു പോയവൾ ചുമരിൽ പിടിച്ചുകൊണ്ട് പതിയെ അവൾ കിച്ചണിലേക്ക് നടന്നു. വേച്ചു ഹാളിലെത്തിയ അവൾ മുൻപോട്ട് ഒരടി നടക്കാനാവാതെ തളർന്നുപോയി. ഡാ, എന്താടാ നീ വെടികൊണ്ട പന്നിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി വന്നത്? ടീച്ചറെ കാണാൻ ഓടിയ സ്റ്റുഡൻറ്റിന് എന്ത് പറ്റി? എന്തേലും ഗുരുതക്കേട് ഒപ്പിച്ചോ നീ? ടീച്ചറെ കയറി പീഡിപ്പിച്ചോടാ നീ കള്ളപ്പന്നി? മനുവിൻ്റെ വയറിനിട്ടൊരു കുത്തു കൊടുത്തുകൊണ്ട് കിരൺ കളിയാക്കി ചിരിച്ചു. പീഡിപ്പിക്കാൻ അങ്ങോട്ട് ചെന്നാലും മതി. മനുഷ്യന് മര്യാദക്കൊന്നും തൊടാൻ കൂടി സമ്മതിക്കുന്നില്ല. അവളുടെ ഒലക്കേമലൊരു പാപം. മനു പിറുപിറുത്തുകൊണ്ട് പല്ലുകൾ ഞെരിച്ചു അമർഷം കടിച്ചൊതുക്കി. സച്ചുവിനോടുള്ള ദേഷ്യത്തിൽ ബൈക്കുമെടുത്ത് മനു നേരെ വന്നത് കിരണിൻ്റെ വീട്ടിലേക്കാണ്. വന്നതു മുതൽ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പിറുപിറുക്കുന്നതുമല്ലാതെ കാര്യമെന്താണെന്നങ്ങോട്ട് കിരണിനോട് പറഞ്ഞുമില്ല. കുറച്ചു നേരം അവനെ നോക്കി നിന്ന ശേഷം അവസാനം കിരണിനും ദേഷ്യം വരാൻ തുടങ്ങി. ആ പല്ല് ഞെരിച്ചു പൊട്ടിക്കത് എന്താണെന്നൊന്ന് പറയടാ. അവൻ്റെ മറ്റേലൊരു നടത്തവും മുറുമുറുക്കലും. മനുവിൻ്റെ പുറത്തിട്ട് തന്നെ 2 കൊടുത്തു കിരൺ. വേദന സഹിക്കാനാവാതെ തിരിച്ചും ഒന്ന് കൊടുത്തു മനു. എന്നെ ഇങ്ങനെ തല്ലാതെ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം പറ തെണ്ടി. അവസാനം പരസ്പരം മുട്ടുമടക്കി തല്ല് നിർത്തി രണ്ടാളും മുറ്റത്തുള്ള സ്റ്റോൺ ബെഞ്ചിലിരുന്നു. അതില്ലടാ, എനിക്ക് എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. തുടക്കം കിട്ടാനാവാതെ മനു കൈകൾ കൂട്ടിഞ്ഞെരിച്ചു. അപ്പോൾ നീ ടീച്ചറെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചോടാ കശ്മല? വല്ലാത്തൊരു നാണം അഭിനയിച്ചുകൊണ്ട് കിരൺ ചോദിച്ചു. ഏറെക്കുറെ. മനു തലകുനിച്ചു. എടാ സാമദ്രോഹി, അവൾ ഇന്ന് രാവിലെ അങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നിന്നെ മര്യാദയ്ക്ക് അറിയ കൂടിയില്ല കൊച്ചിന്. കൂടെ കെട്ടിയോ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ സ്റ്റുഡൻറ്റും. ഇന്ന് കിട്ടിയ ഷോക്കിൽ നിന്ന് പുറത്ത് വരും മുൻപേ നീ വീണ്ടും അവൾക്ക് ഷോക്ക് കൊടുത്തോടാ. ഇവിടെയെങ്കിലും നിൻ്റെ അങ്കവാല് വിടർത്താതിരുന്നൂടടാ നിനക്ക്. അല്പം കുസൃതിയോടെ കിരൺ കാര്യം പറഞ്ഞു. എനിക്ക് എന്താണെന്നറിയില്ലടാ, ഞാൻ എന്താ ഇങ്ങനെയെന്ന്. അവളെ കാണുമ്പോൾ എൻ്റേതാണെന്ന് ഹൃദയം ആർത്തലയ്ക്കും. അവളെ ചേർത്ത് നിർത്താനും എൻ്റേതാക്കാനും വല്ലാതെ കൊതിക്കും. എത്ര തന്നെ അടക്കി നിർത്തിയാലും പുറത്തേക്ക് ചാടുമത്. ഇന്ന് വൈകുന്നേരം തന്നെ അവൾ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ ആകെ പിടിവിട്ടുപോയി എൻ്റെ. പറയുമ്പോൾ ശബ്ദം സങ്കടത്താൽ ചെറുതായി വിറച്ചു തുടങ്ങിയിരുന്നു മനുവിനെ. എന്താടാ പ്രശ്നം? നീ ഒന്ന് ക്ലിയറായി പറഞ്ഞതാ. ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞ പോലെ തോന്നി കിരണിന്. അവൾ എന്നെ ഭർത്താവാനായി കാണാൻ പറ്റില്ലെന്ന്. അവൾക്ക് അവളുടെ സ്റ്റുഡൻറ്റിനെ, അവളേക്കാൾ ഇളയവനെ അങ്ങനെ കാണാൻ സാധിക്കില്ല പോലും. കുറച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവളൊന്നയഞ്ഞു. പക്ഷേ
ആ സമയം എന്തോ എനിക്ക് അവളേക്കാൾ വയസ്സ് കൂടുതലുണ്ടെന്ന് പറയാൻ തോന്നിയില്ല. അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം പ്രണയമെന്ന് തോന്നി. ഞാൻ ഏത് പ്രായക്കാരനാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് തുറന്ന മനസ്സോടെ എൻ്റെ ഭാര്യയായി വരണമെന്ന് തോന്നി. അതുകൊണ്ട് അത് ഞാൻ മറച്ചു വെച്ചു. അവൾ അതും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അല്പസമയം ചോദിച്ചു എല്ലാത്തിനും വേണ്ടി. പക്ഷേ മനു തലയുയർത്തി നോക്കി. കിരൺ അവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുവാണ്. പക്ഷേ ചില സമയത്ത് അവളെ അടുത്ത് കാണുമ്പോൾ അറിയില്ലടാ, ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു പോകുന്നു. ചുംബനങ്ങൾ കൊണ്ട് അവളെ പ്രണയം നിറക്കാൻ തോന്നുന്നു. അറിയാതെ തന്നെ അവളിലേക്ക് അടുത്തു പോകുന്നു ഞാൻ. അതിനവൾ പ്രതികരിച്ചു. അവൾക്ക് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാനുമായി പ്രണയം പങ്കുവെക്കുമ്പോൾ ഇളയവൻ എന്ന തോന്നൽ അവളെ പിന്നോട്ട് വലിക്കുന്നെന്ന്. ഞാനും ഈ ബന്ധവും തെറ്റാണെന്നും പാപമാണെന്നൊക്കെ അവൾ പറഞ്ഞടാ. ആ ദേഷ്യത്തിൽ അവൾ ഇനി വേണ്ടെന്ന് ഞാൻ പറഞ്ഞും പോയി. പക്ഷേ എനിക്ക് പറ്റുന്നില്ലടാ. ഈ ഹൃദയം അവളെപ്പോഴോ കട്ടുകൊണ്ടുപോയി. അവളില്ലാത്തൊരു നിമിഷം പോലും ഓർക്കാൻ കൂടി വയ്യ എനിക്ക്. അസ്ഥിക്ക് പിടിച്ചോ? കിരൺ ചോദിച്ചു. ചിരിച്ചുകൊണ്ടപ്പോൾ തന്നെ മനു തലയാട്ടി. നിന്റെ കോൺസെപ്റ്റിലുള്ളവളല്ലാലോ അവൾ. സൗന്ദര്യത്തിൽ പോലും നീയാണ് മുന്നിൽ. എന്നിട്ടും നീ വീണോ? കിരൺ അർത്ഥം വെച്ചുകൊണ്ട് വീണ്ടും അവനോട് ചോദിച്ചു. ആദ്യമൊക്കെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നടാ. അതാ ഡിവോഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ 6 മാസത്തിനിടെ ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറി. ഈ ഹൃദയം തന്നെ കട്ടുകൊണ്ടുപോയവൾ. പിന്നെ സൗന്ദര്യം. ഞാനാണ് സുന്ദരനെന്ന് നിന്നോട് ആര് പറഞ്ഞു? വെളുപ്പം മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷേ അവളുടെ ആ മുഖം കണ്ടിട്ടുണ്ടോ നീ? നിഷ്കളങ്കമായ മുഖം. അത് മാത്രം കണ്ടാൽ മതി മോനെ, മനസ്സങ്ങ് നിറയും. അവൾ ഓർമ്മയിൽ നെഞ്ചിൽ തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു മനു. ഓഹോ, അങ്ങനെയാണല്ലേ. നിനക്ക് അവളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഈ 6 മാസം വേണ്ടി വന്നു. അവൾ പിന്നെ മെഷീനാണല്ലോ. രാവിലെ കിട്ടിയ ഷോക്ക് ഉച്ചയാകുമ്പോഴേക്കും മറക്കാനും വൈകുന്നേരമാകുമ്പോഴേക്കും സതി സാവിത്രി കളിക്കാനും. അവളും ഒരു മനുഷ്യൻ തന്നെയാടോ. എല്ലാം ഉൾക്കൊണ്ട് നിന്നെ സ്നേഹിക്കാൻ വന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് വീണ്ടും അടി കിട്ടുന്നത്. അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് പകരം നീയും ഒന്നും പറയാതെ അവളെ പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പതിവ്രതനായ ഒരു ഭർത്താവ്. അവൻ്റെ ഒലക്കയമല്ല ഒരു അൺകണ്ടീഷണൽ ലവ്. നീ ആ മൈഥിലിയെ വളക്കാനാണ് കോളേജിൽ ജോയിൻ ചെയ്തതെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് പകരം അവൾ പറഞ്ഞതിന് നിന്നെ ഇനി വേണ്ടാന്ന്. പോയി സോറി പറയടാ തെണ്ടി അവളോട്. കിരൺ അവനെ നോക്കി ദഹിപ്പിച്ചു. കിരണിൽ നിന്നും വരുന്ന വാക്കുകൾ മനുവിൽ വേദന നിറച്ചു. തെറ്റ് മുഴുവൻ ചെയ്തത് താനാണ്. കുറച്ച് ദിവസം അവൾക്ക് നൽകാമായിരുന്നു. അവൾ എന്നെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയാം. പിന്നെ എന്തിനു ഞാൻ ഇത്രയും ഡ്രാമ കളിച്ചു? അവൾക്ക് എത്രമേൽ വേദനിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നെഞ്ചു പൊട്ടി കരയുന്നുണ്ടാവില്ലേ അവൾ? തനിച്ച് അറിയാത്തൊരിടത്ത് ഒറ്റപ്പെട്ട് വേദനകൾ പേറി നീറുന്നുണ്ടാവില്ലേ? കൂടെ നിൽക്കേണ്ട ഞാൻ തന്നെ അവളെ കളഞ്ഞു വന്നിരിക്കുന്നു. ഒരു നിമിഷത്തെ ക്ഷോഭത്തിന് പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞുപോയി. പാവം എൻ്റെ പെണ്ണ്. അവൾ എന്തോരം നൊന്തു കാണും. ഓടിപ്പോയി ചേർത്ത് പിടിച്ച് തലോടാൻ തോന്നുന്നു. നിന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് അല്ലറി പറയാൻ തോന്നുന്നു. ഡാ, ഞാൻ വീട്ടിൽ പോകട്ടെ. അവൾ ഒറ്റയ്ക്കാണ് അവിടെ. ഒന്നും കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നാളെ കാണാം. അവളെ പോയി ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ കേട്ടോ. പോക്കറ്റിൽ നിന്ന് ബൈക്കിൻ്റെ കീയും എടുത്ത് കിരണിനോട് യാത്ര പറഞ്ഞവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിൽ ഹോട്ടലിൽ നിന്ന് 2 പേർക്കുമുള്ള ഫുഡും വാങ്ങിച്ചവൻ. ഒന്നും കഴിക്കാതെ ഞാൻ എവിടെ പോയെന്നറിയാതെ കാത്തിരിക്കുന്നുണ്ടാകും അവൾ. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ആ ഹൃദയം എനിക്ക് വേണ്ടി മിടിക്കുന്നത് അവളുടെ കണ്ണിൽ തെളിയാറുണ്ട്. സച്ചിനിലേക്ക് എത്താനുള്ള അതിയായ ആഗ്രഹത്തോടെ ഫ്ലാറ്റ് ഡോർ തുറന്ന് കയറിയവൻ അകത്തെ ഇരുട്ട് കണ്ട് പകച്ചുപോയി. തപ്പിത്തടഞ്ഞു ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഹാളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സച്ചുവിനെയാണ്. തുടരും.
എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നാളെ വീണ്ടും അടുത്ത ഭാഗവുമായി കാണാം. താങ്ക്